Number one, behavioristic counseling. Behavioristic. Technical terms നല്ല മലയാളം പ്രശ്നമാണ്. See, behavioristic counseling എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആശയത്തിൻ്റെ ആള് ഒരു സ്കിന്നറാണ്. BF സ്കിന്നർ. വ്യക്തമാക്കാം സ്ലോലി. സി അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത ബിഹേവിയർ, സ്വഭാവം. ബിഹേവിയർ മീൻസ് സ്വഭാവമല്ലല്ലോ, പെരുമാറ്റം. ആ പെരുമാറ്റത്തിൻ്റെ കാരണം തന്നെ സ്വാധീനിച്ച എന്തോ കാരണങ്ങളാലാണ്. ബാഹ്യമായി തന്നെ എന്തോ സ്വാധീനിച്ചു, എക്സ്റ്റേണലായിട്ട്. ആ സ്വാധീനമാണ് ഒരു പ്രത്യേക പെരുമാറ്റത്തിന് കാരണമായി തീർന്നത്. ഇവരുടെ അതാണ് ഈ ബിഹേവിയറിസ്റ്റിക് കൗൺസിലിംഗ്. അപ്പോൾ താൻ പറഞ്ഞു വരുന്നതിൻ്റെ രീതി വേറെ പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ചില പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് ഒരു പ്രത്യേക പെരുമാറ്റ രീതി അവനുണ്ടായി. ആ പെരുമാറ്റത്തിന് അവനെ പ്രേരിപ്പിച്ച ഘടകം എന്തോ ബാഹ്യമായ ഒരു പ്രേരക ഘടനയാണ്, അല്ലെങ്കിൽ ഒരു ഘടകമാണ്. അവൻ്റെ ആ പർട്ടിക്കുലർ ബിഹേവിയറിന് കാരണമായിരിക്കുന്ന എക്സ്റ്റേണൽ സ്റ്റിമുലി അതിനെ മാറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ പെരുമാറ്റം മാറുമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്രോച്ച്, ഈ ബിഹേവിയറിസ്റ്റിക് കൗൺസിലിംഗ്, ആ അപ്രോച്ച് എടുക്കുന്ന കൗൺസിലർ ഒരു വ്യക്തിയുമായി ഇടപെടുമ്പോൾ ചെയ്യുന്നത് അവൻ്റെ പെരുമാറ്റം, അവനെ എന്തെല്ലാം സ്വാധീനിക്കുന്നു, എന്തവനെ പ്രോത്സാഹിപ്പിക്കുന്നു, എന്തവനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് നോക്കുകയും ആ സ്വാധീന ശക്തിക്ക് മാറ്റം വരുത്തിയിട്ട് ബാഹ്യമായ സ്വാധീനത്തിൽ കൂടെ, ഉദാഹരണത്തിന് ഒരു സമ്മാനം കൊടുക്കുക, അവനെ അപ്രീഷിയേറ്റ് ചെയ്യുക, റിവാർഡ് കൊടുക്കുക, അങ്ങനെ ബാഹ്യമായ സ്വാധീനത്തിൽ കൂടെ അവൻ്റെ സ്വഭാവം നല്ല പെരുമാറ്റത്തിന് ഉടമയാക്കാം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. വളരെ സിമ്പിൾ സെൻറ്റൻസിൽ ലളിതമായി പറഞ്ഞാൽ അതാണ് ബിഹേവിയറിസ്റ്റിക് കൗൺസിലിംഗ്. ക്ലിയർ അല്ലേ? ലോകപ്രകാരമുള്ള മനുഷ്യർ മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ചിന്തകൾ, ആശയങ്ങൾ, അല്ലെങ്കിൽ അവിടെ പറഞ്ഞ അപ്രോച്ച് മറന്നു, പിന്നെ സമീപനം. ഓക്കെ, സമീപന രീതികൾ. രണ്ടാമതായിട്ട് വളരെ പരിചയമുള്ള, ഫേമസ് ആയിരിക്കുന്ന രണ്ടാമത്തെ അപ്രോച്ച്, സമീപനമാണ് സൈക്കോ ഡൈനാമിക് കൗൺസിലിംഗ്. ഏതാ? സൈക്കോ ഡൈനാമിക്. ആരാധന ആള്? വെരി ഗുഡ്, അവളറിയാം. ഇതിൻ്റെ ഈ ചിന്താഗതിയുടെ മുഖ്യ വ്യക്തി സിഗ്മണ്ട് ഫ്രോയിഡ്, കൂടാതെ എൻ്റെ ഒപ്പം കാൾ ജി ജങ്, ആൽഫ്രഡ് ആഡ്ലർ എന്നിവരുമുണ്ട്. പക്ഷേ ഇദ്ദേഹമാണ് അതിൻ്റെ മുഖ്യ, എങ്ങനെ സാധിക്കും, ഉപജ്ഞാതാവ്, ചിന്തിച്ച വ്യക്തി. സൈക്കോ ഡൈനാമിക് കൗൺസിലിംഗ്. സൈക്കോ ഡൈനാമിക് കൗൺസിലിങ്ങിൽ പ്രത്യേകിച്ചും സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഒരാളിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം അവൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ് അല്ലേ? അങ്ങനെ ഉപബോധ ഓക്കെ, ഉപബോധ മനസ്സ്, അവൻ്റെ ഉള്ളിൽ ചെറുപ്രായം മുതൽ അടിഞ്ഞു കിടക്കുന്ന ആഗ്രഹങ്ങൾ, ചിന്തകൾ, വിചാരങ്ങൾ, അടിച്ചേൽപ്പിച്ചതായ ചിന്തകൾ, കൽപ്പനകൾ, റെസ്ട്രിക്ഷൻസ്. ആഗ്രഹങ്ങൾ പലതുണ്ട്, പക്ഷേ സർക്കാരോ കുടുംബങ്ങളോ പേരൻസോ പലതും റെസ്ട്രിക്റ്റ് ചെയ്തു. അതെല്ലാം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ഉപബോധ മനസ്സിൽ അടിഞ്ഞു കിടന്നു. ആ കടന്നത് ഒരു സമയത്ത് പുറത്ത് വരുന്നതാണ് അവൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് ഈ സൈക്കോ ഡൈനാമിക് അപ്രോച്ച് സ്വീകരിക്കുന്ന കൗൺസിലർ ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, കൗൺസിലിംഗ് നടത്തുമ്പോൾ അവർ നോക്കുന്നത് എന്താണ്? ഇവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത്. അവന് പ്രത്യേകിച്ചും അവർ നോക്കുന്ന കാര്യം, ആ വ്യക്തി ആവർത്തിച്ച് കാണുന്ന സ്വപ്നം എന്താണ്, അവൻ്റെ ഉള്ളിൽ ഉള്ള ചിന്തകൾ, അടിഞ്ഞു കിടക്കുന്ന ചിന്തകൾ എന്താണ്, സംസാരിക്കുമ്പോൾ എവിടെയാണ് തെറ്റുന്നത്, എവിടെയാണ് സംസാരത്തിൽ വ്യത്യാസമുണ്ടാകുന്നത്, ഏത് കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു, ആരുമായുള്ള ബന്ധം സ്മൂത്താണ്, സ്മൂത്ത് അല്ല. ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ നോക്കി സൈക്കോ ഡൈനാമിക് കൗൺസിലിംഗ് അപ്രോച്ച് അനുസരിച്ച് അവരുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്താഗതികളെ പുറത്തു കൊണ്ടുവന്ന് കാണിച്ച്
അവരുടെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയും മറ്റും അഭിപ്രായം. അതാണ് സൈക്കോ ഡൈനാമിക് കൗൺസിലിംഗ്. ഓക്കെ, ഇതൊക്കെ വിശദീകരിച്ച് നമ്മുടെ സമയം പോകും. ജസ്റ്റ് സൂചിപ്പിക്കുന്നു മാത്രം, ധാരണയ്ക്ക് വേണ്ടി. മറ്റൊന്ന്, മൂന്നാമത്തേത് സെൽഫ് തിയറി കൗൺസിലിംഗ്. സെൽഫ് തിയറി കൗൺസിലിംഗ് ഇത് പഠിപ്പിച്ച ആള് വെരി ഗുഡ്. അപ്പോൾ ഇവിടെ ഒരു സൈക്കോളജി എക്സ്പേർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. കാൾ റോഗേഴ്സ്. ഇദ്ദേഹത്തിൻ്റെ ചിന്ത, അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും ഒരു എങ്ങനെ പറയാൻ സാധിക്കും, സെൽഫ് ഇമേജ് ഉണ്ട്. സെൽഫ് ഇമേജ്. എനിക്ക് എന്നെക്കുറിച്ചൊരു ഇമേജ് ഉണ്ട്, ഞാൻ എന്നെക്കുറിച്ചൊരു ധാരണ എനിക്കുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ സക്സസ്ഫുൾ പേഴ്സൺ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ എന്നെക്കുറിച്ച് അങ്ങ് ചിന്തിച്ചു പോവുക, എൻ്റെ ലൈഫ് ഒരു പരാജയമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്നെക്കുറിച്ച് എൻ്റെ ജീവിതം പരാജയമല്ല ജയമാണെന്നങ്ങ് ചിന്തിച്ചാൽ മതി, പ്രശ്നം അങ്ങ് മാറിക്കോളും. ഓക്കെ, ഈ പോസിറ്റീവ് തിങ്കിങ് ഒക്കെ അതിൽ നിന്ന് വരുന്നതാണ്, പോസിറ്റീവ് സെൽഫ് ഇമേജ്. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി പ്രയാസവുമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കുക, എന്ത്, നീ മിടുക്കനാ. ചിലപ്പോഴൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്, ഇതൊക്കെ മറ്റാശയങ്ങളൊക്കെ കയറി വരാറുണ്ട്. നീ മിടുക്കനാണ്, നീ ജയിക്കും, അങ്ങ് വിശ്വസിക്കുക, ഡ്രീം ബിഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഫീൽ ഗുഡ്, ഡ്രീം ബിഗ്, അങ്ങ് ചിന്തിച്ചാൽ മതി, എല്ലാം ശരിയാകും. അതാണ് അവരുടെ ചിന്താഗതി. അപ്പോൾ 3 പ്രധാന കാര്യങ്ങൾ നാം ചിന്തിച്ചു, 3 അപ്രോച്ചസ്: ബിഹേവിയറിസ്റ്റിക് കൗൺസിലിംഗ്, സൈക്കോ ഡൈനാമിക് ആൻഡ് സെൽഫ് തിയറി. ബിഹേവിയറിസ്റ്റിക് കൗൺസിലർ താൻ ചിന്തിക്കുന്നത് എക്സ്റ്റേണലി ഇദ്ദേഹത്തെ സ്വാധീനിക്കുന്ന ആ സ്വാധീന ഘടകം മാറ്റിയാൽ ആ ആൾ നന്നാകും എന്നാണ് അവർ ചിന്തിക്കുന്നത്. സൈക്കോ ഡൈനാമിക് കൗൺസിലർ ചിന്തിക്കുന്നത് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതായ എന്തോ വിഷമമോ പ്രയാസമോ ഉണ്ടല്ലോ, വിചാരങ്ങളോ, അതും ചികഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കിയാൽ അത് അവൻ്റെ പ്രശ്നം മാറും, അവൻ നന്നാകുമെന്നാണ് ചിന്തിക്കുന്നത്. ഈ റോഗേഴ്സ് സെൽഫ് തിയറി കൗൺസിലർ ചിന്തിക്കുന്നത് എല്ലാവരും മിടുക്കന്മാരാണ്, അവരിൽ തന്നെ മിടുക്കനാകാനുള്ള എല്ലാ കഴിവുണ്ട്, നിനക്ക് സ്വന്തമായിട്ട് നന്നാകാൻ സാധിക്കും, നീ അങ്ങ് വിശ്വസിച്ചാൽ മതി, എനിക്ക് നന്നാകാൻ സാധിക്കും. സെൽഫ് ഇമേജ് നന്നാക്കിയെടുക്കുക, പോസിറ്റീവ് സെൽഫ് ഇമേജിൻ്റെ ഉടമയാക്കി മാറ്റുക. ഇതാണ് 3 അപ്രോച്ചസ്. ബാക്കി ജസ്റ്റ് വിട്ടുകളയുക. ഇനി അതിനോടൊപ്പം ടൂൾസ് ദേ യൂസ്. ടൂൾസ് മീൻസ് പ്രധാനമായിട്ടും വ്യക്തികളെ മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന ടൂൾസ്. വ്യക്തികൾ മീൻസ് ഇടപെടുമ്പോൾ, ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അത് ഒരു 3 ഉദാഹരണത്തിനായിട്ട് എടുക്കുകയാണ്. 1, ഈ ഒരു പർട്ടിക്കുലർ ചിന്ത, അതായത് മേയേഴ്സ് ബ്രിക്സ് 16 ടൈം എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് കാതറിൻ കുക്ക് ബ്രിക്സ് എന്തോ not rules, tools, tools means അനലൈസ് ചെയ്യുവാൻ, ഒരു വ്യക്തിയെ അനലൈസ് ചെയ്യുവാൻ, ഒരു വ്യക്തിയെ പഠിക്കുവാൻ, ഒരു വ്യക്തിയുടെ മാനസിക നിലവാരം, അവൻ്റെ മനോഭാവം അത് പഠിക്കുവാൻ ഉപയോഗിക്കുന്ന ടൂൾസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതിലൊന്ന് പ്രധാനമായിട്ടുള്ളത് മേയേഴ്സ് ബ്രിക്സ് 16 ടൈപ്പ്. എക്സ്പ്ലെയിൻ ചെയ്യാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇംഗ്ലീഷിൽ തന്നെ ബുദ്ധിമുട്ട്, പിന്നെ മലയാളത്തിൽ എഴുതണോ? എഴുതിക്കൊണ്ടുന്ന സമയം പോകും. എഴുതണോ? അത്ര പ്രാധാന്യമുള്ള വിഷയമല്ല. നമ്മൾ ജസ്റ്റ് ഒരു ഉണ്ടല്ലോ സെക്യുലർ ഫീൽഡിലെ കൗൺസിലിംഗ് അപ്രോച്ചസ് ടൂൾസ് ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ, ധാരണയ്ക്ക് വേണ്ടി. അതൊരു വേറൊരു വിഷയം എടുക്കുമ്പോൾ ഇത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഈ ചിന്താഗതി അനുസരിച്ച് കാതറിൻ കുക്ക് ബ്രിക്സ് എന്ന വ്യക്തി അവരുടെ ചിന്താഗതി അനുസരിച്ച് അങ്ങനെ പറയാൻ സാധിക്കും. ഇവിടെയാണ് ഈ എക്സ്ട്രോവർട്ട് ഇൻട്രോവർട്ട്, നിങ്ങൾക്കറിയാം, ഒരു വ്യക്തിയുടെ സ്വഭാവരീതി. ചിലർ എക്സ്ട്രോവർട്ടാണ്. എക്സ്ട്രോവർട്ട് മീൻസ് അവർ ഔട്ട്സൈഡിലേക്ക് ഇടപെടുന്നവരാണ്, വളരെ തുറന്ന സമീപനം കാണിക്കുന്ന, ജനങ്ങളോട് സഹകരിക്കുവാൻ താല്പര്യപ്പെടുന്ന ചിലരാണ് ചിലർ. ചിലർ ഇൻട്രോവർട്ടാണ്. ഓക്കെ, ഇൻട്രോവർട്ട് മീൻസ്
അവരിലേക്ക് ഒതുങ്ങിക്കഴിയുന്നവരാണ്. അധികം അവരോട് സംസാരിക്കുകയില്ല, അധികം ആരെയും ഫേസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ഇനി മറ്റു ചിലർ അവർ ഇൻഡ്യൂഷീവാണ്. ഇൻഡ്യൂഷീവ് മീൻസ് അതായത് അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതി ഗ്രഹിക്കുവാനുള്ള കപ്പാസിറ്റി ഉണ്ട്, മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉണ്ട്, പറയാതെ മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉണ്ട്. മറ്റു ചിലർ സെൻസറി, അവർക്ക് അവരുടെ സെൻസസ് ഉപയോഗിച്ച് മാത്രമേ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. മറ്റു ചിലർ തിങ്കിങ്, അവർ ചിന്തിക്കുന്നവരാണ്. മറ്റു ചിലർ അതിൻ്റെ ഓപ്പോസിറ്റ് ഫീലിംഗ് ചെയ്യുന്ന, അവർ വികാരത്തിന് വിധേയപ്പെടുന്നവരാണ്. മറ്റു ചിലർ ജഡ്ജിങ്, മറ്റു ചിലർ പെർസീവിങ്, കാര്യങ്ങളെ ഗ്രഹിക്കും, മനസ്സിലാക്കും. അപ്പോൾ ഈ അവരുടെ എങ്ങനെ പറയാൻ സാധിക്കുന്നത് 4 പ്രകാരമുള്ള മനോഭാവത്തിൻ്റെ ഉടമകൾ. അപ്പോൾ ഈ പർട്ടിക്കുലർ ചിന്താഗതി അനുസരിച്ച് ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാനായിട്ട് അവൻ എക്സ്ട്രോവർട്ടാണോ ഇൻട്രോവർട്ടാണോ, അവൻ ജഡ്ജ് ചെയ്യുമോ സെൻസ് ചെയ്യുമോ, അവന് മനസ്സിലാക്കാനുള്ള പ്രാപ്തിയുണ്ടോ, അതോ ഒരാൾ പറഞ്ഞു കൊടുത്തെങ്കിലേ മനസ്സിലാകത്തുള്ളൂ, അവൻ ചിന്തിക്കുന്നവനാണോ അതോ വികാരത്തിന് വിധേയപ്പെടുന്നവനാണോ, ഇങ്ങനെ മനസ്സിലാക്കി അവരെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ടൂൾ, ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു ഐഡിയ ആണ് ഈ മേയേഴ്സ് ബ്രിഗ്സ് 16 ടൈപ്പ് എന്ന് പറയുന്നത്. വിശദമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ നോട്ട്സ് തരാം, അപ്പോൾ മനസ്സിലാക്കാനാണ് സാധിക്കും. വേറൊന്ന് നമ്പർ 2, രണ്ടാമത്തെ ടൂൾ വളരെ പരിചയമുള്ള, വളരെ ഫേമസ് ആയിരിക്കുന്ന മറ്റൊന്നാണ് ടെമ്പർമെൻറ്റ് തിയറി. അതറിയാമല്ലോ ടെമ്പർമെൻറ്റ് തിയറി. ഒരു പ്രയാസവുമില്ല മനസ്സിലാക്കാൻ. ആത്മപ്രകാശിനി മാസികയിൽ ഇത് തുടർച്ചയായിട്ട് ഈ വിഷയം വരുന്നുണ്ട്. ടെമ്പർമെൻറ്റ് തിയറി അനുസരിച്ച് അത് വളരെ പഴയ കാലത്തെ ചിന്തയാണ്. AD 200 ഹിപ്പോക്രാറ്റസ് താൻ പറഞ്ഞ ചിന്തിച്ച ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. അതനുസരിച്ച് 4 ടെമ്പർമെൻറ്റിന് എല്ലാവരും വിധേയപ്പെട്ടവരാണ്. 4 ടെമ്പർമെൻറ്റ്. ഇതിനും എനിക്ക് മലയാള വാക്കുകൾ എനിക്ക് അത്ര പിടിയില്ല, പക്ഷേ ആത്മപ്രകാശിനി മാസികയിൽ ഈ കാര്യം നന്നായിട്ട് എഴുതുന്നുണ്ട്. ഏതെല്ലാം 4 കാര്യങ്ങൾ? 4 ടെമ്പർമെൻറ്റ്. 1 സാങ്ക്വീൻ, നമ്പർ 2 കോളറിക്, നമ്പർ 3 മെലൻചോളി, നമ്പർ 4 ഫ്ലഗ്മാറ്റിക്. എന്തോ പറയാം. AD 200 ഈ ഹിപ്പോക്രാറ്റസ് താൻ ചിന്തിച്ച, താൻ കണ്ടുപിടിച്ച, ഫൈൻഡ് ഔട്ട് ചെയ്തതായിരിക്കുന്ന ഒരു സത്യം, എല്ലാ മനുഷ്യർക്കും 4 ടെമ്പർമെൻ്റ് ഉണ്ട്. ഏതെങ്കിലും 4 ടെമ്പർമെൻറ്റിന് വിധേയപ്പെട്ടാണ് എല്ലാ മനുഷ്യരും. താൻ പറഞ്ഞത് 4 ടെമ്പർമെൻറ്റിൽ 1 സാങ്ക്വീൻ, നമ്പർ 2 കോളറിക്, നമ്പർ 3 മെലൻചോളി, നമ്പർ 4 ഫ്ലഗ്മാറ്റിക്. ഈ 4 ടെമ്പർമെൻറ്റിനും സ്ട്രോങ് പോയിന്റുമുണ്ട്, ഒപ്പം വീക്ക് പോയിന്റുമുണ്ട്. രസകരമായൊരു പഠനമാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഡോക്ടർ ടിം ലഹായ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൻ്റെ പേര് സ്പിരിറ്റ് കൺട്രോൾ ടെമ്പർമെൻ്റ് ആണ്. ഇതിൻ്റെ ട്രാൻസ്ലേഷനാണ് നമ്മുടെ TM ജോർജ് സാർ ആത്മപ്രകാശിനി മാസികയിൽ തുടർച്ചയായിട്ടിരുന്നത്. ആത്മീയ മനുഷ്യൻ എന്നോ മറ്റോ പറഞ്ഞു. പക്ഷേ ഇത് എഴുതാറില്ല, ട്രാൻസ്ലേഷൻ ആണെന്ന്. പക്ഷെ ആദ്യം എഴുതിയിരുന്നു, സ്റ്റാർട്ടിങ്ങിൽ എഴുതിയിരുന്നു. എനിക്ക് തോന്നുന്നു വായിച്ചിടത്തോളം ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിൻ്റെ വിശദീകരണം. സാങ്ക്വെയിൻ, ആ ടൈപ്പിലെ വ്യക്തികളുടെ സ്വഭാവം, സ്ട്രെങ്ത്, അവരുടെ വീക്ക്നെസ്. അതുപോലെ കോളറിക്, അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. മെലൻചോളി, അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഫ്ലഗ്മാറ്റിക്, അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് പഠിച്ചാൽ നാം എല്ലാവരും അതിനകത്ത് കാണാൻ സാധിക്കും. ഞാനത് വിശദീകരിക്കണോ? വേണ്ടല്ലോ. മൂന്നാമതായിട്ട് തേർഡ് ടൂൾ ദാറ്റ് വി ക്യാൻ യൂസ്, മാസ്ലോസ് ഹയറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ്. മാസ്ലോസ് ഹയറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ്. മാസ്ലോ, MASLOW, മാസ്ലോസ് ഹയറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ്. ഏബ്രഹാം മാസ്ലോ, ഇദ്ദേഹത്തിൻ്റെ ചിന്താഗതി അനുസരിച്ച് താൻ എഴുതിയൊരു പേപ്പർ, ദ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ പേപ്പർ അനുസരിച്ച് ഓരോ മനുഷ്യരുടെയും നീഡ്സ്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, അതൊരു ലോയസ്റ്റ് ലെവലിൽ നിന്നും ഹയസ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്.
അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചിന്താഗതിയാണ്, ഒരു ചിന്തയാണ്. വളരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില വിഷയങ്ങളവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് 5 ലെവലുള്ള നീഡ് മനുഷ്യർക്കുണ്ട്. 5 ലെവലിലെ നീഡ്സ്. ജസ്റ്റ് ഞാൻ വരച്ചില്ലെങ്കിൽ ഒരു പിരമിഡ് നിങ്ങൾ മനസ്സിൽ ശ്രദ്ധിക്കുക. ഏറ്റവും താഴെ ലോയസ്റ്റ് നീഡ് അത് മനുഷ്യൻ്റെ ഫിസിയോളജിക്കൽ നീഡ്സാണ്. ഫുഡ്, എയർ, വാട്ടർ, അങ്ങനെയുള്ളത് ഫിസിയോളജിക്കൽ നീഡ്സ്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡ്സ്, അല്ലെ സേഫ്റ്റി നീഡ്സ്. അതിന് തൊട്ടു മുകളിൽ ലവ് ആൻഡ് അഫെക്ഷൻ നീഡ്സ്. ലവ് ആൻഡ് അഫെക്ഷൻ നീഡ്സ്. എന്തോ എല്ലാവരും സെക്യുലർ ഫീൽഡില്ലേ? അല്ലല്ല. ഇത് നാം പറയുന്നത് ഇത് മനസ്സിലാക്കി നമുക്കൊരു ജസ്റ്റ് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഏബ്രഹാം മാസ്ലോയുടെ ഈ ഹയറാർക്കി ഓഫ് ഹ്യൂമൻ നീഡ്സ്, ആ ചിന്ത അല്ലെങ്കിൽ ആ ഐഡിയ, ആ തോട്ട്സ് ചില നിലയിൽ നമുക്ക് പ്രാക്ടിക്കലി ഹെൽപ്പ് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ടെമ്പർമെൻറ്റ് തിയറി ചില കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ആദ്യം ലോയസ്റ്റ് ലെവൽ നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ്സ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആദ്യത്തെ ആഗ്രഹം ഭക്ഷണം വേണമെന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ വസ്ത്രം, അത് കഴിഞ്ഞാൽ ഒരു കൂര. ഈ കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോഴുള്ള ഇഷ്ടമാണ് സെക്യൂരിറ്റി നീഡ്സ്, ആഗ്രഹം. അതിന് മുകളിൽ ലവ് ആൻഡ് അഫെക്ഷൻ നീഡ്സ്, അതിന് മുകളിൽ സെൽഫ് എസ്റ്റീം നീഡ്സ്, ഏറ്റവും മുകളിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. സെൽഫ് എസ്റ്റീം നീഡ്സ് മീൻസ് അവന് ബഹുമാനം ആഗ്രഹിക്കുന്നു, ആരോ സമൂഹത്തിലാണ് എന്ന് വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. സെൽഫ് ആക്ച്വലൈസേഷൻ ഏറ്റവും ടോപ്പിൽ ഈ ലോകത്തിലെ വലിയൊരുത്തിനാകാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ രസകരമായ ആ ചിന്തയെന്ന് പറയുന്നത് ഏതു മനുഷ്യനും ഒരു ഫുഡില്ലാത്ത, ഭക്ഷണം കിട്ടാത്തൊരു മനുഷ്യൻ്റെ അടുത്ത് നിനക്ക് കരോട്പതിയാകാമെന്ന് പറയേണ്ട അർത്ഥമില്ല. അവന് കരോട്പതിയാകേണ്ട, അവൻ എന്തുമാത്രമായാൽ മതി, അവന് ഭക്ഷണം കിട്ടിയാൽ മതി. ഓരോ വ്യക്തിക്കും അവൻ്റെ ഒരു ആഗ്രഹമുണ്ട്, അവൻ്റെ ആവശ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തയനുസരിച്ച് ഇപ്പോൾ ഒരു വ്യക്തി അവൻ നോക്കുന്നത് എവിടെ ഭക്ഷണം കിട്ടും എന്നുള്ളതാണ്. എന്നാൽ ഭക്ഷണം കിട്ടിയ മനുഷ്യൻ്റെ അടുത്ത് പോയി നിന്റെ ആവശ്യം ഒക്കെയും ദൈവം തരുമെന്ന് പറഞ്ഞാൽ അവന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അവന് ഇൻട്രസ്റ്റ് ലോകത്ത് വലിയ ആളാകണം. ഒരുപക്ഷെ സെൽഫ് എസ്റ്റീം നീഡ്സ് ആയിരിക്കും അവനുള്ളത്, അവൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആ ടോപ്പ് ലെവലിൽ. അതുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായിട്ടോ സാമ്പത്തികമായിട്ടോ ഉയർന്ന നിലയിലുള്ളവരോട് അവരുടെ നീഡ് മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നത്. അവരോട് സംസാരിക്കുമ്പോൾ അവർ മൈൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം അതാണ്. കാരണം അവരുടെ ഉള്ളിൽ അവരുടെ ചിന്ത, അവരുടെ ആഗ്രഹം ഒരു ഹയർ ലെവലിലെ നീഡാണ്, ഏബ്രഹാം മാസ്ലോ പറയുന്നതനുസരിച്ച്. അപ്പോൾ 3 വ്യത്യസ്ത ടൂൾസിനെ കുറിച്ച് നാം പറയുകയുണ്ടായി. തീർച്ചയായിട്ടും സെക്യുലർ സൈക്കോളജി നാം ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, അടുത്ത് ഞാൻ ചിന്തിക്കാൻ പോകുന്ന വിഷയം അതാണ്. എന്നാൽ ഈ ടൂൾസ് നമുക്ക് അനലൈസ് ചെയ്യുവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും? എന്നെ മനസ്സിലാക്കുവാനോ വേറൊരാളിനെ മനസ്സിലാക്കുവാനോ ഒരു അനാലിസിസിനെ ഹെൽപ്പ് ചെയ്യും. സൊല്യൂഷൻ അല്ല, അനാലിസിസിനെ ഹെൽപ്പ് ചെയ്യും എന്ന് നമുക്ക് കരുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആൻഡ് ടൂൾസ്. ഇത് ക്ലിയർ ആയോ? ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയിപ്പോയോ? എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പറയാം, ചോദ്യമുണ്ടെങ്കിൽ കൂടുതൽ പറയാം തീർച്ചയായിട്ടും. അടുത്ത നമ്മുടെ മെയിൻ ഹെഡിങ്ങിലേക്ക് വരുന്നത് 5ാമത്തെ പോയിന്റ്. ഓക്കെ, സെൽഫ് ആക്ച്വലൈസേഷൻ ഉദ്ദേശിക്കുന്നത് ടോപ്പ് ലെവലിലെത്തുക, ടോപ്പ് ലെവലിൽ എത്തുക, ജീവിതത്തിൻ്റെ ഹയസ്റ്റ് പൊസിഷൻ, ഹയസ്റ്റ് ഡിഗ്രിയിൽ എത്തുന്നതായ ആ അനുഭവം. അടുത്ത വിഷയം നമ്മുടേത് മോഡേൺ സൈക്കോളജി നമുക്ക് ഫോളോ ചെയ്യാമോ ഇല്ലയോ? 5ാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ടോപ്പിക്, മോഡേൺ സൈക്കോളജി ഇൻ ബിബ്ലിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. മോഡേൺ സൈക്കോളജി ഇൻ ബിബ്ലിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. നമുക്കറിയാം, ധാരാളം ബൈബിൾ ടീച്ചേഴ്സ് ആൻഡ് പ്രീച്ചേഴ്സ് സൈക്കോളജിയെ അങ്ങനെ തന്നെ കോപ്പി ചെയ്യുന്നവരുണ്ട്. ഒരു കാലത്ത്, ഇന്നും ഒരുപക്ഷെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ചില റേഡിയോ പ്രസംഗം പോലും പ്യുവർ സൈക്കോളജി ആയിരുന്നു. വിൻസെന്റ് പീലെ എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്. അദ്ദേഹം എഴുതിയ പല ബുക്സ് ഉണ്ട്, ദ പോസിറ്റീവ് തിങ്കിങ് എന്നൊക്കെ പറഞ്ഞുണ്ട്. അതൊക്കെ സൈക്കോളജിയാണ്. സൈക്കോളജിയെ ബൈബിളുമായിട്ട് മിക്സ് ചെയ്യുകയാണ്. മോഡേൺ സൈക്കോളജി ഈ പറഞ്ഞ സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുമോ?
ദൈവവചനം പഠിപ്പിക്കുന്നതും നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരെ ഫോളോ ചെയ്യാൻ പറ്റുകയില്ല എന്നാണ്. എന്തുകൊണ്ട് പറ്റത്തില്ല? എന്ത് കാരണത്താൽ മോഡേൺ സൈക്കോളജി നാം ഫോളോ ചെയ്യാൻ പാടില്ല? നമ്മുടെ പാസ്റ്ററൽ കൗൺസിലിങ്ങിൽ മോഡേൺ സൈക്കോളജി നാം ഫോളോ ചെയ്യാൻ പാടില്ല. എന്ത് കാരണത്താൽ? ചില ആശയങ്ങൾ കിട്ടിയേക്ക് നമുക്ക്, ചില അനാലിസിസിനെ ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷെങ്കിൽ ഒരു കാരണവശാലും ഈ മോഡേൺ സൈക്കോളജി ചിന്തകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണങ്ങൾ 3-4 കാരണങ്ങൾ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്പർ 1, ഒന്നാമത്തെ കാരണം. ഓക്കെ, ഒന്നാമത്തെ കാരണം, ഇറ്റ്സ് ബേസ്ഡ് ഓൺ എത്തിസ്റ്റിക് നോഷൻസ്. എത്തിസ്റ്റിക് മീൻസ് ഈ പറയുന്നതായിരിക്കുന്ന നാം നേരത്തെ കണ്ടതായ മനഃശാസ്ത്രജ്ഞന്മാർ അവരൊക്കെയും വാസ്തവത്തിൽ ആരായിരുന്നു? നിരീശ്വരവാദികളായിരുന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് ആണെങ്കിലും, കാൾ ജി ജങ് ആണെങ്കിലും, ആൽഫ്രഡ് ആഡ്ലർ, എല്ലാവരും തന്നെ നിരീശ്വരവാദികളോ അവർ ദൈവത്തിൽ വിശ്വസിക്കാത്തവരായിരുന്നു. അവർ സ്വയത്തിൽ ആശ്രയിക്കുന്നവരായിരുന്നു. അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് അവർ സ്വയത്തിൽ ആശ്രയിക്കുന്നവരായിരുന്നു. അവർ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുവാനായിട്ട് പാടില്ല. ഒന്നാമത്തെ കാരണം, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എത്തിസ്റ്റിക് നോഷൻസ്. നിരീശ്വരവാദികൾ നിരീശ്വരവാദത്തിൽ അടിസ്ഥാനപ്പെട്ട ചിന്തകളാണ് മോഡേൺ സൈക്കോളജിയിലുള്ളത്. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല. അല്ല ഒരു കാര്യം. നമ്പർ 2, രണ്ടാമത്തെ കാര്യം. ബൈ ദ വേ, ഇവിടെ 2 സഹോദരന്മാർ ഇങ്ങനെ വളരെ ചിരിച്ച് ഡിസ്കസ് ചെയ്യുന്നു. എൻ്റെ മനസ്സിലാകാഞ്ഞിട്ടാണോ, നിങ്ങൾ അന്യോന്യം പഠിപ്പിക്കുകയാണോ? അന്നേരം അങ്ങ് ചിരിച്ചു പോവല്ലേ? ഓക്കെ, അതെന്നോട് അങ്ങ് പറഞ്ഞാൽ ഞാനത് ആവോളം ശ്രമിക്കാം. നിങ്ങൾ ചിരിക്കുമ്പം ഇടയ്ക്കങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട്, അല്പം ടെക്നിക്കൽ വേർഡ്സ് ആയതുകൊണ്ടായി മലയാളം ബുദ്ധിമുട്ട് വരുന്നത്. ആധുനിക മനഃശാസ്ത്ര ചിന്തകൾ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ കൗൺസിലിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരും ഇതിൻ്റെ എന്താ പറയുക, എഴുതിയവരും ഈ ചിന്തകളൊക്കെ നിരീശ്വരവാദത്തിൽ അടിസ്ഥാനപ്പെട്ട ചിന്തകളാണ്. രണ്ടാമതായിട്ട് അവരുടെ ചിന്തകളൊക്കെയും പലതും, മനഃശാസ്ത്ര ചിന്തകൾ പലതും ബൈബിളിന് എതിരാണ്. Their thoughts and teachings were unscriptural and anti-Christian. നമുക്ക് നേരത്തെ തന്നെ നാം കാണുകയുണ്ടായി. ഫ്രോയിഡിൻ്റെ ചിന്താഗതി അല്ലെങ്കിൽ സ്കിന്നറുടെ ചിന്താഗതി. അവർ പറയുന്നത് നിൻ്റെ പ്രോബ്ലത്തിൻ്റെ കാരണം എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ആണ്. ബൈബിൾ പഠിപ്പിക്കുന്നത് നിൻ്റെ പ്രോബ്ലത്തിൻ്റെ കാരണം നിൻ്റെ തന്നെ കുഴപ്പമാണ്. അപ്പോൾ ആ നിലയിൽ അവരുടെ ദൃഷ്ടി മനുഷ്യൻ്റെ ബാഹ്യമായ പ്രോബ്ലംസിൻ്റെ മുകളിലാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നു, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് നോക്കുകയാണ്. ഹൃദയത്തിലേക്ക് നോക്കുക തന്നെയല്ല, ആ ഹൃദയത്തിൽ നിന്നും ചേഞ്ച് ഉണ്ടാക്കുകയാണ്. സെക്യുലർ സൈക്കോളജി ബാഹ്യമായ ചില എക്സ്റ്റേണൽ ആയിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് മാത്രം നോക്കുമ്പോൾ, ദൈവവചനത്തിൽ കൂടെ നമുക്ക് സാധിക്കേണ്ടതും അവൻ്റെ ഉള്ളിലേക്ക് നോക്കുകയും അവൻ്റെ ഉള്ളിൽ നിന്നും രൂപാന്തരം ക്രിസ്തു മുഖാന്തരം വരുത്തുകയും ചെയ്യുകയാണ്. മാത്രമല്ല അവർ സ്വയത്തിൽ ആശ്രയിക്കുന്നവരാണ് മനഃശാസ്ത്രജ്ഞന്മാർ. നീ വിശ്വസിക്കുക, നീ ഇമാജിൻ ചെയ്യുക, നീ വലിയവനാണെന്ന് വിചാരിക്കുക, നിന്നെക്കുറിച്ചുള്ള ചിന്ത നീ മാറ്റുക, നീ ധൈര്യം ഉള്ളവനായിട്ട് തീരുക. അവരുടെ സ്വയത്തിൽ അവരാശ്രയിക്കുന്നു. ബൈബിൾ പറയുമ്പോൾ സ്വയം ക്രൂശീകരിക്കപ്പെടേണ്ടതാണ്. സ്വയത്തെ ക്രൂശിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ സ്വയത്തിന് യാതൊരു സ്ഥാനവും ഇല്ല. ഫോർ എ ക്രിസ്ത്യൻ, സെൽഫ് ഈസ് ദി ഓൾഡ് സിൻ നേച്ചർ ഓൾറെഡി ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. സെൽഫിനെ ബൂസ്റ്റ് ചെയ്യുന്നത്, സ്വയത്തെ ശക്തീകരിക്കുന്നത് വചനത്തിന് വിരുദ്ധമായ ഒരു കാര്യമാണ്. മാത്രമല്ല മറ്റൊരു കാര്യം, അവർ മനഃശാസ്ത്രത്തിൽ ഉള്ള കാര്യം അൺകോൺഷ്യസ് മൈൻഡാണ്. ഈ അൺകോൺഷ്യസ് മൈൻഡോ സബ് കോൺഷ്യസ് മൈൻഡോ ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്ക് ഉത്തരവാദിത്വമില്ല വരികയാണ്. നിന്റെ പ്രോബ്ലത്തിൻ്റെ കാരണം നിന്റെ കുഴപ്പമല്ല, നിന്റെ മനസ്സിൽ ആരോ ഇട്ട പ്രോബ്ലമാണ്, നിന്റെ ഉപബോധ മനസ്സിൽ. അത് വചനത്തിന് വിരുദ്ധമാണ്, ബൈബിളിന് വിരുദ്ധമാണ്. ഓക്കെ, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്
മനഃശാസ്ത്ര ചിന്തകൾ വചന വിരുദ്ധമാണ്. അത് ദൈവമക്കൾക്ക് എതിരായ ചിന്താഗതിയാണ്. അവർ ചിന്തിക്കുന്ന വേറൊരു കാര്യം, എല്ലാ പ്രോബ്ലവും സൈക്കോളജിക്കൽ പ്രോബ്ലം. അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ആ വ്യക്തിക്ക്, ഒരു വ്യക്തിയുടെ പ്രോബ്ലം സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്, അവൻ്റെ മൈൻഡിലെ പ്രോബ്ലമാണ്. അവന് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല എന്ന് വരികയാണ്. അത് തെറ്റാണ്. കാരണം ബൈബിൾ അനുസരിച്ച് ഓരോ വ്യക്തിയുടെയും അവൻ്റെ പ്രവൃത്തി, ഇടപാട്, അവൻ്റെ ആക്ഷൻ അവൻ ഉത്തരവാദിയാണ്. അവൻ്റെ ചിന്ത, പ്രവൃത്തി, വാക്കുകളെല്ലാം അവൻ ഉത്തരവാദിയാണ്. മനഃശാസ്ത്രത്തിൽ ഉത്തരവാദിത്വമില്ല. അതവൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടായിരിക്കാം, അവൻ്റെ ബാഹ്യമായ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം, എന്തെങ്കിലും പറഞ്ഞ് സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞ് അവർ രക്ഷപ്പെടുകയാണ്. അപ്പോൾ രണ്ടാമത് അതാണ്. their thoughts and teachings were unscriptural and anti-Christian. Number 3, too many approaches and assumptions. ഓരോ സൈക്കാട്രിസ്റ്റും ഒരു പേഷ്യന്റിനെ സമീപിക്കുന്നത് വ്യത്യസ്ത നിലയിലാണ്. അനേക നിലയിലുള്ള സമീപനം. പക്ഷേ ഒന്നിലും ഒരു പൂർണ്ണത ഇല്ലാത്ത അവസ്ഥ. അവർ ഊഹിക്കുകയാണ്, അവർ ചാൻസ് കൊടുക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ പരിഹരിക്കപ്പെടും എന്ന് ഊഹിക്കുകയാണ്. മറ്റൊന്ന് കൺഫ്യൂസിങ് ഐഡിയോളജീസ്. മോഡേൺ സൈക്കോളജി എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല? കൺഫ്യൂസിങ് ഐഡിയോളജീസ്, ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന, നമ്മളെ മനസ്സിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന വ്യത്യസ്ത ചിന്താഗതികൾ ഇതിൽ മനഃശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിൽ നാം കാണുകയാണ്. ചെറിയ പ്രോബ്ലമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ഇല്ലാത്ത പുതിയ പ്രോബ്ലം ഉണ്ടാകും. സൈക്കാട്രിസ്റ്റ് അനേക പുതിയ പ്രോബ്ലംസിന് വിധേയപ്പെടാനായിട്ട് കാരണമാകുകയാണ്. എന്നാൽ വചനം യാതൊരു കൺഫ്യൂഷനുമില്ല, മനുഷ്യൻ്റെ പ്രോബ്ലത്തെ ശരിയായ നിലയിൽ സോൾവ് ചെയ്യുകയാണ്. അഞ്ചാമതായിട്ട് ലാസ്റ്റ്, സൈക്കോളജി ഡസ് നോട്ട് ഗീവ് എ ലാസ്റ്റിംഗ് സൊല്യൂഷൻ. മനഃശാസ്ത്രം ആരുടെയും പ്രശ്നത്തിന് ആത്യന്ത പരിഹാരം ആകുന്നില്ല. നമുക്ക് അനുഭവമുണ്ട്, അനുഭവിച്ചവർക്കറിയാം. യാതൊരു ആത്യന്തികമായ സൊല്യൂഷനില്ല. വിശ്വസിക്കുക, ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് മരുന്ന് കൊടുത്ത് മനസ്സിനെ സപ്രസ് ചെയ്ത് അവരെ ഇരുത്തുകയാണ്. സൈക്കോളജി ഒരിക്കലും മനുഷ്യൻ്റെ പ്രശ്നത്തെ പരിഹരിക്കുന്നില്ല. ചില അനാലിസിസ് ചെയ്യുന്നുണ്ട്, തീർച്ചയായും. ചില രോഗനിർണയത്തിനോ ചില ചിന്തകൾക്കോ അത് സഹായമാണ്. പക്ഷേ ഒരു സൊല്യൂഷനായിട്ട് സൈക്കോളജി ആയിരിക്കുന്നേ ഇല്ല. അതുകൊണ്ട് യാതൊരു കാരണവശാലും ബൈബിളിൻ്റെ കൂടെ സൈക്കോളജിയെ മിക്സ് ചെയ്യുവാനായിട്ട് പാടില്ല. വചനവിരുദ്ധം എന്ന് പറയാൻ സാധിക്കത്തില്ല. അത് നല്ലതല്ലേ? അന്നേരം നമ്മൾ ലോകപ്രകാരമുള്ള ജ്ഞാനം അത് പ്രാപിക്കുമ്പോൾ നമുക്കിതിനെ മനസ്സിലാക്കാമല്ലോ, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. നമ്മളത് ഫോളോ ചെയ്യാൻ പാടില്ലെന്നുള്ള ഒരു കാര്യം. പക്ഷേ ഇത് പഠിച്ചെങ്കിലേ മനസ്സിലാവും ഇവരുടെ ചിന്ത ഇങ്ങനെയാണ്, ഇത് വചനപ്രകാരമല്ല ഈ ചിന്ത എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് പഠിക്കേണ്ടേ. പക്ഷേ അങ്ങനെ പഠിച്ച് അതിനെ ഒരു സൈക്കാട്രിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കണം ധാരണ, ഇതിന് വിരുദ്ധമായ ചിന്തയല്ല പഠിപ്പിക്കേണ്ടതാണ് പൈസയ്ക്ക് വേണ്ടി എന്നെനിക്ക് തോന്നുന്നു. സൈക്കോളജി പഠിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നാം അത് ഫോളോ ചെയ്യുവാനായിട്ട് പറ്റില്ല. കാരണം ഈ 5 കാരണങ്ങളാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് വേഗം പോകാം. 6ാമത്തെ ടോപ്പിക്, ബിബ്ലിക്കൽ ബേസിക് ഓഫ് പാസ്റ്ററൽ കൗൺസിലിംഗ്. ബിബ്ലിക്കൽ ബേസിക്സ് മീൻസ് നാം ഇതുവരെ കണ്ട ആ ലോകപ്രകാരമുള്ള അല്ലെങ്കിൽ ആധുനിക മനഃശാസ്ത്ര ചിന്തകൾക്ക് വ്യത്യസ്തമായി ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ മറ്റൊരാളെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന സത്യങ്ങൾ. ഓക്കെ, അടിസ്ഥാന സത്യങ്ങൾ. ബിബ്ലിക്കൽ ബേസിക്സ് ഓഫ് പാസ്റ്ററൽ കൗൺസിലിംഗ്. ബിബ്ലിക്കൽ ബേസിക്സ്. മനഃശാസ്ത്രം പൂർണ്ണമായിട്ടും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ പ്രശ്നപരിഹാരത്തിന് സൊല്യൂഷൻ അല്ല, പരിഹാരമല്ല എന്ന് നാം കണ്ടു കഴിഞ്ഞു. പക്ഷെ നമുക്ക് ആവശ്യമാണ് എന്ത്? കൗൺസിലിംഗ് ആവശ്യമാണ്. മറ്റൊരാളുടെ പ്രയാസത്തെ അവനെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. നാം നേരത്തെ ഓർത്തതുപോലെ അവൻ്റെ പ്രോബ്ലം എന്താണ്, റൂട്ട് കോസ് എന്താണ്, അവൻ്റെ പ്രോബ്ലംസിന് എങ്ങനെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും, അവനെ മെച്ചപ്പെടുത്തണം, നന്നാക്കണം, അവനെ സഹായിക്കണം. അപ്പോൾ ആ ശ്രമത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ട വചനസത്യങ്ങൾ. വചനസത്യം മീൻസ്
വചന അടിസ്ഥാന സത്യങ്ങൾ കൗൺസിലിങ്ങിനോടുള്ള ബന്ധത്തിൽ ഒന്ന് നമ്പർ 1, ദി സഫീഷ്യൻസി ഓഫ് ദ സ്ക്രിപ്ചർ. ദ സഫീഷ്യൻസി ഓഫ് ദ സ്ക്രിപ്ചർ ഏത് കാലത്തും ശരിയായൊരു കാര്യമാണ്, ഏത് കാലത്തും റെലവൻ്റായ കാര്യം. എന്ത് സഫീഷ്യൻസി മീൻസ്? അങ്ങനെ മലയാളത്തിൽ പറയാം, ദൈവവചനത്തിൻ്റെ ഒരു വാക്യം ജസ്റ്റ് വായിക്കുക, അപ്പോൾ അത് മനസ്സിലാക്കാം. വളരെ പരിചയമുള്ള വാക്യമാണ്. 2 തിമോത്തി 3:16-17 വളരെ പരിചയമുള്ള വാക്യമാണ്. ഇങ്ങനെ വായിക്കുന്നേ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ 2 തിമോത്തി 3:16 ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകണം. ഒരു മനുഷ്യനെ ഏറ്റവും തികഞ്ഞവനാക്കുവാൻ എന്തിനു സാധിക്കും? തിരുവെഴുത്തിന് സാധിക്കും. അപ്പോൾ സഫീഷ്യൻസി ഓഫ് സ്ക്രിപ്റ്റേഴ്സ് മീൻസ് മലയാളം പര്യാപ്തത, ദൈവവചനത്തിൻ്റെ പര്യാപ്തത. ഇത് ഏറ്റവും അടിസ്ഥാനപരമായി ഏറ്റവും ബേസിക്കായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ്. ഒരാളിനെ രക്ഷിക്കുന്നത്, ഒരാളിന് പാപബോധം കൊടുക്കുന്നത്, ഒരാളിന് ആത്മീയ വളർച്ച കൊടുക്കുന്നത്, ശാസനം, ഗുണീകരണം, ഉപദേശം, റെബ്യൂക്ക്, ഇതെല്ലാം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനത്തിൻ്റെ പര്യാപ്തത, സഫീഷ്യൻസി നാം നന്നായി മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ വചനത്തിൽ എല്ലാ റിസോഴ്സസും ഉണ്ട് ഒരു മനുഷ്യൻ തികഞ്ഞവൻ ആകുവാനായിട്ട്. എല്ലാ വിഷയത്തെക്കുറിച്ചും ദൈവം സംസാരിച്ചിട്ടുണ്ട്. ഭയമുണ്ടെങ്കിൽ ഭയത്തെക്കുറിച്ച്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, ഏത് ഇഷ്യൂ ഉണ്ടോ ലോകത്തിൽ ഒരു വ്യക്തി ഫേസ് ചെയ്യുന്ന എല്ലാ വിഷയത്തെക്കുറിച്ചും ദൈവം സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സഫിഷ്യൻ്റാണ്, പര്യാപ്തമാണ്. ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. നമ്മുടെ ബുദ്ധിയോ നമ്മുടെ പരിജ്ഞാനമോ നമ്മുടെ ലോകപരമായ അറിവോ ഒന്നും അതിന് ബാധകമല്ല, ആവശ്യമല്ല. അതിനേക്കാളുപരിയായി അതാണ് ഒരു ബേസിക് സത്യം, അടിസ്ഥാന സത്യം കൗൺസിലിംഗിൽ മനസ്സിലാക്കിയിരിക്കണം. ദൈവവചനത്തിൻ്റെ പര്യാപ്തത. 2 വാക്യങ്ങൾ നല്ല വായിച്ചാൽ, ജസ്റ്റ് ഉദാഹരണമായിട്ട് സാം 19 19 സങ്കീർത്തനം 7 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ഈ കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ ആ പര്യാപ്തതയെ, സഫിഷ്യൻസിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഒന്ന് വായിക്കാമോ? യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻ കട്ടയിലും മധുരമുള്ളവ. ഓക്കെ. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. ദൈവത്തിൻ്റെ വചനം പര്യാപ്തമാണ്. ഇത് ഒരു പാസ്റ്റർ കൗൺസിലർ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. രണ്ടാമത്, സെക്കൻഡ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ത് പറയാൻ സാധിക്കും? ടോട്ടൽ ഡിപ്രവിറ്റി ഓഫ് മാൻ. ബ്രദർ, മലയാളം ടോട്ടൽ ഡിപ്രവിറ്റി ഓഫ് മാൻ, അതായത് എല്ലാവരും പാപികൾ എന്നുള്ളത് തന്നെയല്ല. ടോട്ടൽ ഡിപ്രവിറ്റി ഓഫ് മാൻ. എന്തോ? ടോട്ടൽ ഡിപ്രവിറ്റി ഓഫ് മാൻ ഒരു വലിയൊരു തിയോളജിക്കൽ സത്യമാണത്. മനുഷ്യൻ, ബൈബിൾ പഠിപ്പിക്കുന്നതനുസരിച്ച് മനുഷ്യൻ പൂർണ്ണമായിട്ടും പാപിയാണ്, പാപത്തിലാണ്. ഒരു നന്മയും ചെയ്യാനുള്ള കഴിവ് അവന് ഇല്ല. അതാണ് ടോട്ടൽ ഡിപ്രവിറ്റി ഉദ്ദേശിക്കുന്നത്. അതിനെന്ത് മലയാളം പറയാൻ സാധിക്കും? എന്തോ? അനേക വാക്യങ്ങൾ നമുക്കുണ്ട്. എഫേസർ 2 ജസ്റ്റ് വായിച്ചത് പരിചയമുള്ള വാക്യമാണെങ്കിലും, എഫേസർ 2:1 മുതൽ വായിക്കുമ്പോൾ, എഫീഷ്യൻ 2:1-3 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ്. അല്ലേ? മരിച്ച ആളിന് എന്തിരിക്കുന്നു? ജീവനുണ്ടോ?
ഇല്ല. ബൈബിൾ പഠിപ്പിക്കുന്നു മനുഷ്യൻ മരിച്ചവനാണ്, ആത്മീയമായിട്ട് മരിച്ചവനാണ്. ഒരു നന്മയും അവനില്ല. നമുക്കറിയാം റോമർ 3-ാം അധ്യായം 10-ാം വാക്യം മുതൽ അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം വിശദമായിട്ട് പറയുന്നുണ്ട്. യാതൊരു നന്മയില്ല. 10 മുതൽ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. നീതിമാൻ ആരുമില്ല, ഗ്രഹിക്കുന്നവൻ ആരുമില്ല. ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യം, മനുഷ്യൻ യാതൊരു നിലയിലും നന്മ ചെയ്യുവാൻ കഴിവുള്ളവൻ അല്ല. അവൻ പാപിയാണ്. അവന് യാതൊരു നന്മ പ്രവൃത്തിയും ചെയ്യുവാനുള്ള പ്രാപ്തിയില്ല. അവൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ മേഖല, അവൻ്റെ മൈൻഡ്, അവൻ്റെ ചിന്താമണ്ഡലം, ടോട്ടൽ ഏരിയയിൽ പാപപങ്കിലമാണ്, കഴിവില്ലാത്തവനാണ് എന്നുള്ളതായ സത്യം നാം മനസ്സിലാക്കണം. മനഃശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ നീ നല്ലവനാണ്, സെൽഫ് ഇമേജ്, സ്വയം ചിന്തിച്ചാൽ മതി നല്ലവനാണെന്ന്. ഓരോരുത്തരിലും നന്മയ്ക്കുള്ള അല്ലെങ്കിൽ നല്ലവനാകാനുള്ള കഴിവുണ്ട് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നത് പൂർണ്ണമായിട്ടും അവൻ പാപിയാണ്. പാപം എല്ലാ മേഖലയിലും പ്രവേശിച്ച് അവൻ്റെ സ്വഭാവവും അവൻ്റെ സംസാരവും അവൻ്റെ ജീവിത രീതിയെല്ലാം പാപത്തിന് അടിമയായി അവൻ കഴിഞ്ഞു. നിത്യനരകത്തിനും നാശത്തിനും ദണ്ഡനത്തിനും മാത്രം അവൻ യോഗ്യനാണ്. ഈ പാപത്തിൻ്റെ സത്യം നാം എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുകയാണ്. ഒരു വ്യക്തി നമ്മുടെ മുൻപിൽ അടുത്ത് വരുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടതല്ല എങ്കിൽ അവൻ പാപിയാണ്, ആ പാപത്തിനോ വിധേയപ്പെട്ടവനാണ്. അവനിൽ നിന്ന് യാതൊരു നന്മയും പ്രതീക്ഷിപ്പാനായിട്ട് ഇല്ല എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. മറ്റൊരു ബേസിക് ട്രൂത്ത് കൗൺസിലർ അറിഞ്ഞിരിക്കേണ്ട സത്യം, ബേസിക് നീഡ്സ് ഓഫ് മാൻ. അല്പം മുമ്പ് നാം മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സിനെ കുറിച്ച് പറയുകയുണ്ടായി. മനുഷ്യന്റെ ആവശ്യം എന്താണ്? വാട്ട് ഈസ് ദ റിയൽ നീഡ് ഓഫ് മാൻ? ഇപ്പോൾ സൈക്കാട്രിസ്റ്റിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. മനുഷ്യന്റെ ആവശ്യം എന്താ? ഭക്ഷണമാണോ, വസ്ത്രമാണോ, ജോലിയാണോ? മനുഷ്യന്റെ സത്യത്തിൽ ശരിയായിരിക്കുന്ന ആവശ്യം എന്താണ്? വചനപ്രകാരം 4 നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും മനുഷ്യന്റെ ആവശ്യത്തെക്കുറിച്ച് ബൈബിൾ പ്രകാരം. ഒന്ന്, നമുക്കറിയാം പാപം പ്രവേശിച്ചപ്പോൾ സംഭവിച്ച ഒരു പരിണത ഫലം എന്തായിരുന്നു? ആദം ഹവ്വ അവർ ഭയത്തിന് വിധേയപ്പെട്ടു, അല്ലേ? ഭയത്തിന് വിധേയപ്പെട്ടില്ലേ? പാപത്തിൻ്റെ പരിണത ഫലമായിട്ട് അവർ ഭയത്തിന് വിധേയപ്പെട്ടു, സ്വയം ഒളിച്ചു, അവരെ തന്നെ മറയ്ക്കുവാൻ ശ്രമിച്ചു. അത് കാണിക്കുന്നത് മനുഷ്യൻ്റെ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് സെക്യൂരിറ്റി. ഏത് നിലയിലുള്ള സെക്യൂരിറ്റി? പാപത്തിൻ്റെ പരിണതഫലമായിരിക്കുന്ന ഈ ഭയത്തിൽ നിന്നും ഈ ഷെയിമിൽ നിന്നുമൊക്കെയുള്ള ആ സെക്യൂരിറ്റി. അവനാവശ്യമുള്ള വേറൊരു കാര്യം കൂട്ടായ്മയാണ്. ദൈവമായിട്ടുള്ള കൂട്ടായ്മ അവനാവശ്യമുണ്ട്. ദൈവവുമായിട്ട് തകർന്നുപോയ പാപത്തിൻ്റെ കാരണത്താൽ ബന്ധമറ്റു പോയതായ ദൈവിക ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. മറ്റൊന്ന്, അവന് വില ആവശ്യമുണ്ട്. നീഡ് ഓഫ് ഫോർ വർത്ത്. അവന് വില ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം അവൻ്റെ വിലയെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നാൽ അവൻ ആ വില കിട്ടുക, വീണ്ടും ദൈവസ്ഥാനത്തിൽ വിലയുള്ളവനായിട്ട് തീരുക. മാത്രമല്ല, നീഡ് ഓഫ് ഫോർ പർപ്പസ്. അവൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാകുക. പാപം അവൻ്റെ ലക്ഷ്യത്തെ തകർത്തു കളഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ്, നീഡ്സാണ്. ഇതൊരു ഒരു പാസ്റ്റർ ആസ് എ കൗൺസിലർ മനസ്സിൽ ഓർത്തിരിക്കേണ്ടത് ആണ്. എന്തോ? ഓക്കെ, താങ്ക് യു ജെയ്സൺ. ചോദ്യമല്ലേ നമ്മളെ വീണ്ടും ഹെൽപ്പ് ചെയ്യുന്നത് എക്സ്പ്ലനേഷന് വേണ്ടി. നാം അല്പം മുമ്പ് മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് ശ്രദ്ധിക്കുകയുണ്ടായി. എബ്രഹാം മാസ്ലോ അദ്ദേഹമാണ് ഇതേ ഐഡിയ പറഞ്ഞേക്കുന്നത്. പക്ഷെ നാം അത്
ബൈബിൾ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയായിരുന്നു. മനുഷ്യൻ്റെ ആവശ്യം, 4 പ്രധാനപ്പെട്ട ആവശ്യം മനുഷ്യനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന്, സുരക്ഷിതത്വം മനുഷ്യന് ആവശ്യമുണ്ട്. എങ്ങനെയുള്ള സുരക്ഷിതത്വം? മനുഷ്യന്റെ സുരക്ഷിതത്വം ഇല്ലെന്നുള്ള ബോധം എവിടുന്ന് വന്നു? അത് പാപത്താൽ വന്നതാണ്. അപ്പോൾ പാപക്ഷമ പ്രാപിച്ചിട്ട് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ അവൻ ഉണ്ടാകുമ്പോൾ ഈ യഥാർത്ഥ സുരക്ഷിതത്വ ബോധത്തിന് അവൻ ഉടമയായിട്ട് തീരും. മറ്റൊന്ന് കൂട്ടായ്മ, നീഡ് ഓഫ് ഫെലോഷിപ്പ്. അവന് സഹകരണം ആവശ്യമുണ്ട്, ദൈവവുമായിട്ട് സഹകരണം ആവശ്യമുണ്ട്. പാപം അവന് ദൈവവുമായിട്ടുള്ള ബന്ധം തകർത്തു കളഞ്ഞിരുന്നു. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം പാപക്ഷമ പ്രാപിക്കുമ്പോൾ അവന് ദൈവവുമായിട്ടും ദൈവമക്കളുമായിട്ടും കൂട്ടായ്മയുണ്ടാകുകയാണ്. അവൻ്റെ മറ്റൊരാവശ്യം കൂടെ നിവർത്തിക്കപ്പെടുകയാണ്. നീഡ് ഫോർ വർത്ത്. മനുഷ്യൻ ആരോ ആണെന്ന് ആകാനായിട്ട് ആഗ്രഹിക്കുന്നു, വിലയുള്ളവനാകാൻ ആഗ്രഹിക്കുന്നു. എസ്റ്റീം നീഡ്സ്, നേരത്തെ കണ്ട മാസ്ലോയുടെ ചിന്തയനുസരിച്ച് എസ്റ്റീം നീഡ്സ്. ദൈവസന്നിധിയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വലിയ സ്ഥാനം ബോധ്യമാകുമ്പം അവൻ്റെ വില, പാപത്താൽ നഷ്ടപ്പെട്ടു പോയ അവൻ്റെ വില, പാപം ക്ഷമിക്കപ്പെട്ട് ദൈവമകനായി കഴിയുമ്പോൾ വിലയുള്ളവനായിട്ട് തീരുന്നു. ആ ആവശ്യം നിവർത്തിക്കപ്പെടുകയാണ്. നീഡ് ഫോർ പർപ്പസ്. എന്താ ജീവിതത്തിൻ്റെ ഉദ്ദേശം? പാപം അവൻ്റെ ഉദ്ദേശം തകർത്ത് കളഞ്ഞു, അവൻ്റെ ജീവിത ലക്ഷ്യം തകർത്ത് കളഞ്ഞു. എന്നാൽ ഒരു വ്യക്തി യേശുക്രിസ്തു മുഖാന്തരം ദൈവമകനായി കഴിയുമ്പോൾ അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് അവൻ്റെ ലക്ഷ്യബോധമുള്ളവനായിട്ട് അവൻ തീരുന്നു. അപ്പോൾ അവിടെ അവൻ്റെ നീഡ് ഫോർ പർപ്പസ് നിവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു പാസ്റ്റർ കൗൺസിലർ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കും, ഇടപെടുമ്പം നോക്കേണ്ട കാര്യം ഇവൻ്റെ ആവശ്യം എന്താണ്. അവൻ സെക്യൂരിറ്റി നീഡ്സ് ആണോ എന്നുള്ളത്, സെൽഫ് വർത്ത് അതിൻ്റെ നീഡ്സ് ആണോ ഉള്ളത്, അതോ ഫെലോഷിപ്പ് നീഡ്സ് ആണോ ഉള്ളത്? ഇത് മനസ്സിലാക്കിയതനുസരിച്ച് അവനോട് ഇടപെടുവാനും സഹകരിക്കുവാനായിട്ട്. മറ്റൊന്ന്, ബിബ്ലിക്കൽ ബേസിക്സ് ഓഫ് പാസ്റ്റർ കൗൺസിലിംഗ്. നാം കൗൺസിലിംഗ് നടത്തുവാനായിട്ട് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് ബുദ്ധിപദേശം കൊടുക്കുവാൻ, നന്നാക്കുവാൻ ശ്രമിക്കുമ്പോൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ചില സത്യങ്ങളാണ്. എത്ര കാര്യം കണ്ടു? ഒന്ന്, സഫിഷ്യൻസി ഓഫ് ദ സ്ക്രിപ്ചർ, ദൈവവചനത്തിൻ്റെ പര്യാപ്തത. തിരുവെഴുത്തിൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ദൈവവചനം മാത്രം ആണ് മനുഷ്യൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കൊടുക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കണം. പിന്നെ മനുഷ്യൻ്റെ, എന്നെ വാക്ക് പറഞ്ഞ് കിട്ടിയില്ല, ഡിപ്രവറ്റി ഓഫ് സമ്പൂർണ്ണ അധപ്പതനം. ഓക്കെ, വെരി ഗുഡ്. മനുഷ്യൻ്റെ സമ്പൂർണ്ണ അധപ്പതനം. എല്ലാ നിലയിലും മനുഷ്യൻ ബലഹീനനും അശക്തനും ജീവനില്ലാത്തവനും നന്മയില്ലാത്തവനും ഒരു ഗുണവുമില്ലാത്ത മരിച്ച ശവമാണ് മനുഷ്യനെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അത് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്, മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, ലോകപ്രകാരമുള്ള ആവശ്യം അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. അത്. നാലാമതായിട്ട് മനസ്സിലാക്കേണ്ട സത്യം, ഗോഡ്സ് വേ ഓഫ് ചേഞ്ചിങ് എ പേഴ്സൺ. ഗോഡ്സ് വേ ഓഫ് ചേഞ്ചിങ് എ പേഴ്സൺ. ഒരു വ്യക്തിയെ നന്നാക്കുന്ന ദൈവത്തിൻ്റെ പ്രക്രിയ എങ്ങനെയാണ്? നാം ഇതിനു മുൻപ് ചിന്തിച്ചു. സെക്യുലർ സൈക്കാട്രിസ്റ്റ് ഒരുപക്ഷെ അവരുടെ എക്സ്റ്റേണലായിരിക്കുന്ന സ്വാധീന ശക്തികളെ, ബാഹ്യമായ സ്വാധീന ശക്തിയെ വ്യത്യാസപ്പെടുത്തി നന്നാക്കാൻ ശ്രമിക്കുകയാണ്. മറ്റു ചിലർ അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്ന സ്വപ്നം എന്താണ്, ചിന്ത എന്താണ്, അത് കണ്ടുപിടിച്ച് അതിന് പരിഹാരം വരുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ദൈവം എങ്ങനെയാണ് വചനപ്രകാരം ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത്? എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നത്? പാപിയായ മനുഷ്യൻ, പാപത്തിൽ മരിച്ചുപോയ മനുഷ്യൻ, യാതൊരു നന്മയോ ഗുണവുമില്ലാത്ത മനുഷ്യനെ നന്നാക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ആ പ്രോസസ് ദൈവം നടത്തുന്നത് എങ്ങനെയാ? പറഞ്ഞേ. നിങ്ങൾക്കറിയാവുന്ന കാര്യം, അറിയാത്ത കാര്യമല്ല. വളരെ ലളിതമായ കാര്യമാണ്. സുവിശേഷം. ഓക്കെ, മനപരിവർത്തനം. ടീക്കെ. ഓർ ഒരു നല്ല വാക്യമുണ്ട് റോമാലേഖനത്തിൽ, റോമൻസ് 8:13 8:30 8:30. അവിടെ ഇതെല്ലാം കൂടെ ചേർത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8:30 നാം വായിക്കുന്നത്, ദൈവത്തിൻ്റെ ഗോഡ്സ് വേ ഓഫ് ചേഞ്ചിങ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിപാടി എങ്ങനെയാണ്? റോമർ 8:30 വായിക്കുന്നത്, മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു.
മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കും. നമുക്കറിയാം, റോമാലേഖനം പഠിക്കുമ്പോൾ നാം അല്പം മുമ്പ് 3-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യൻ്റെ സമ്പൂർണമായിട്ടും പാപത്തിൽ വീണുപോയ കാര്യം പൗലോസ് ബോധ്യമാക്കിയ ശേഷം അടുത്തു പറയുന്ന കാര്യം എന്താണ്? ഏത് സത്യമാണ്? നീതീകരണം, അല്ലേ? ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. 3-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം മുതൽ 4-ാം അധ്യായവും പിന്നെ 5-ാം അധ്യായവും ഒക്കെ പൗലോസ് വിശദീകരിക്കുന്നത് നീതീകരണത്തെക്കുറിച്ചാണ്. ദൈവം ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പടി എന്താ? നീതീകരിക്കുക എന്നുള്ളതാണ്. അവൻ്റെ വിശ്വാസവും മാനസാന്തരവും ഒക്കെ ഉണ്ടത് വേറെ വിഷയം. ബ്രോഡായിട്ട് പറയുമ്പോൾ നീതീകരിക്കുക, അവനെ കുറ്റമില്ലാത്തവനായിട്ട് പ്രഖ്യാപിക്കുക, നീതീകരണം. ദൈവസന്നിധിയിൽ അവൻ്റെ നിൽപ്പ് ശരിയാക്കുക, ജസ്റ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ, അവനെ കുറ്റമില്ലാത്തവനായിട്ട് പ്രഖ്യാപിക്കുക. അടുത്തത് ആർക്ക് പറയാൻ സാധിക്കും? വെരി ഗുഡ്. സാങ്ക്ടിഫിക്കേഷൻ, ചാപ്റ്റർ 6 and 7. സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം, അല്ലേ? നീതീകരിച്ചവരെ ദൈവം എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? സാങ്ക്ടിഫിക്കേഷൻ മീൻസ്, ശുദ്ധീകരിക്കുക മീൻസ്, റോമാലേഖനം 6-7 അധ്യായങ്ങളിൽ ഈ നീതീകരണം പ്രാപിച്ചതായ വിശ്വാസി ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ശുദ്ധിമാനായി വിശുദ്ധിയെ തികച്ച് കൂടുതൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് രൂപാന്തരപ്പെടുന്ന ആ അവസ്ഥ, ശുദ്ധീകരണം. അത് നമ്മുടെ വർത്തമാനകാല ക്രിസ്തീയ ജീവിതാനുഭവമാണ്. അതിൻ്റെ പ്രോസസ്സൊക്കെ നാം ചാപ്റ്റർ 6 and 7 വായിക്കുന്നുണ്ട്. എങ്ങനെ സ്വയം മരിച്ചു എന്ന് എണ്ണണം, അങ്ങനെ കണക്കാക്കണം എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? തേജസ്കരണം, അല്ലേ? വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അത് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഭാവിയിൽ നമ്മെ പിതാവായ ദൈവം തൻ്റെ പുത്രനോട് സമാനമായിട്ട് രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഗോഡ്സ് വേ ഓഫ് ചേഞ്ചിങ് എ പേഴ്സൺ ഈസ് ദിസ്. ഏതാണ്? ഒരു വ്യക്തിയെ ജസ്റ്റിഫൈ ചെയ്യുക, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ പാപങ്ങളെ ക്ഷമിക്കുക തന്നെയല്ല, അവൻ പാപം ചെയ്തിട്ടില്ല എന്ന് പോലും പ്രഖ്യാപിച്ച് അവനെ നീതീകരിക്കുക. മാത്രമല്ല, അവനെക്കുറിച്ചുള്ള ഭാവി പ്ലാൻ എന്താണ്? ഗ്ലോറിഫിക്കേഷൻ. ഭാവിയിൽ യേശുക്രിസ്തുവിന് അവൻ്റെ മഹത്വത്തോട് അനുരൂപമാക്കി അവനെ രൂപാന്തരപ്പെടുത്തുക. എന്നാൽ ഇതിന് മധ്യയുള്ള കാലഘട്ടമാണ് എന്ത്? സാങ്ക്ടിഫിക്കേഷൻ. ഇവിടെയാണ് എന്തിൻ്റെ ആവശ്യകത? കൗൺസിലിങ്ങിൻ്റെ ആവശ്യകത എവിടെയാണ്? ഈ രക്ഷിക്കപ്പെട്ട വിശ്വാസി ഗ്ലോറിഫൈഡ് ആകും മധ്യത്തിൽ ഉള്ള വർത്തമാനകാല അനുഭവത്തിൽ അവൻ ആരായിട്ട് മാറണം? കൂടുതൽ കൂടുതൽ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയോട് അനുരൂപപ്പെടണം, കൂടുതൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അവൻ അനുരൂപപ്പെടേണ്ടതായ ആവശ്യമാണ്. അതിന് അന്യോന്യം സഹായിക്കണം, അന്യോന്യം പഠിപ്പിക്കണം, അന്യോന്യം ഹെൽപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കൗൺസിലിംഗ് ഏത് പാർട്ടിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ സാങ്ക്ടിഫിക്കേഷൻ പാർട്ടിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ ദിവസവും വിശ്വാസിയെ ദൈവം പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിൻ്റെ വചനത്താൽ. ബിബ്ലിക്കൽ കൗൺസിലർ അല്ലെങ്കിൽ പാസ്റ്റർ കൗൺസിലർ, ഒരു പാസ്റ്റർ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ഒരു വിശ്വാസിയെ അവൻ്റെ വർത്തമാനകാല ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധി പ്രാപിപ്പാനായിട്ട് അവനെ പഠിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുക. സോ ഗോഡ്സ് വേ ഓഫ് ചേഞ്ചിങ് എ പേഴ്സൺ, അത് നാം മനസ്സിലാകേണ്ടത് ആവശ്യം. പരിശുദ്ധാത്മാവിൽ വസിച്ച് കൂടുതൽ കൂടുതൽ ക്രിസ്തുവിൻ്റെ മഹത്വത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. ഒരു വാക്യം വായിക്കാം, 2 കൊരിന്ത്യർ 3:18 വാക്യം. 2 കൊരിന്ത്യർ 3:18. ഇതും നമുക്കുണ്ടാകുന്ന വർത്തമാനകാല രൂപാന്തരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വാക്യമാണ്. 2 കൊരിന്ത്യർ 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഓക്കെ, അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഒരു വിശ്വാസിയെക്കുറിച്ച് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന് ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു അവനെ കൂടുതൽ കൂടുതൽ നോക്കി അവൻ്റെ തേജസ്സിനോട് അനുരൂപപ്പെട്ട് രൂപാന്തരപ്പെടുന്ന അനുഭവം.
അതാണ് ഈ വർത്തമാനകാല സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സ്. ആ പ്രോസസ്സാണെന്ത്? ആ പ്രോസസ്സിലെ സഹായമാണ്